Hello friends, welcome to channel. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് 4 ഇമ്പോർട്ടന്റ് ഫൈനാൻഷ്യൽ ടിപ്സ് ആണ് നമ്മുടെ ന്യൂലി മാരീഡ് കപ്പിൾസ് അല്ലെങ്കിൽ കപ്പിൾസിന് ആയിക്കോട്ടെ നോർമലായിട്ട് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മൾക്കിപ്പോൾ പുതിയ നമ്മളിപ്പോൾ മാരേജ് കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ഫൈനാൻഷ്യൽ സംഭവങ്ങളൊക്കെ ആകെ മാറും. അപ്പോൾ നിങ്ങൾക്ക് ഈ 4 ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക വെറുതെ നിങ്ങളുടെ ഇത് എന്താ വെച്ചാൽ നമ്മുടെ ഫൈനാൻഷ്യൽ സംഭവങ്ങൾ മാറിക്കഴിഞ്ഞാൽ എല്ലാം തലതിരിയില്ലോ. അപ്പോൾ ഈ മെയിൻ സാധനങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഇറങ്ങാണ്ട് മുമ്പ് ചാനൽ പുതിയ ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ രണ്ടാം ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടാ. അതേപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ എന്നെ കമന്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമന്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അവൈലബിൾ ആണ്. പേജ് ഞാൻ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് അതിലും മെസ്സേജ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ 4 പോയിന്റ് ബൈ സൈഡ് പറയാം. ഫസ്റ്റ് തന്നെ നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ഇൻഷുറൻസ് ആണ്. അതായത് പ്രത്യേകിച്ച് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസും അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് ഇടും. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം ഇമ്പോർട്ടൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഒരു 10 കൊല്ലത്തെ സേവിങ്സ് ചിലപ്പോൾ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒറ്റയടിക്ക് അടിച്ചു പോകും. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന സംഭവം അതും കറക്റ്റ് ആയിട്ടുള്ള നല്ല ബെസ്റ്റ് ഇൻഷുറൻസ് നോക്കി എടുക്കണം. എന്ന് വെച്ചാൽ ചുമ്മാ ഏതെങ്കിലും ലോക്കൽ ഇൻഷുറൻസ് എടുത്തിട്ടൊന്നും കാര്യമില്ല. നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് എന്താ പറയുക 90% 95% ഒക്കെ കവർ തരുന്ന കവർ നോക്കി കറക്റ്റായിട്ട് ഇൻഷുറൻസ് നോക്കി എടുക്കണം. അപ്പം അത് ഒന്നെങ്കിൽ ഫാമിലി ഇൻഷുറൻസ് എടുക്കാം, അല്ലെങ്കിൽ ഒറ്റയ്ക്കായിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഫുള്ളി കവേർഡ് ആവണമെന്നുള്ളൂ. ഏത് ടൈപ്പ് ഇൻഷുറൻസ് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇത് പക്ഷേ ഇമ്പോർട്ടൻസ് ആണ്. ഇൻഷുറൻസ് എടുക്കാണ്ട് നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണ്ട. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാണ്ട് നിങ്ങൾ കണ്ടായിരിക്കും ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാണ്ട് മുമ്പ് ഫസ്റ്റ് എടുക്കേണ്ടത് ഇൻഷുറൻസ് ആണ്. അതും ആക്ച്വലി ഒരു ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ 10 കൊല്ലത്തെ സേവിങ്സ് ഒറ്റയടിക്ക് അടിച്ചു പോകും. അതാണ് ഇപ്പോഴത്തെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഇപ്പോഴത്തെ ഹോസ്പിറ്റലിന്റെ ബില്ലോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഈ സംഭവം മെയിൻ ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. അത് എടുക്കാൻ മറക്കണ്ട കേട്ടോ. രണ്ടാമത്തെ നമുക്ക് നമ്മുടെ പറയുന്നത് ഒരു ജോയിന്റ് അക്കൗണ്ട് തുടങ്ങുക. അതായത് നമുക്കറിയായിരിക്കും നമ്മളിപ്പോൾ ഒരു ഫാമിലി ആകുമ്പോൾ നമുക്ക് ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള കുറേ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അത് ഒരു ജോയിന്റ് അക്കൗണ്ട് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സംഭവത്തിൽ നിങ്ങൾ ഇപ്പോൾ 2 പേരും കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഈക്വൽ ആയിട്ട് ഷെയർ ആയിട്ട് പോകും. പിന്നെ നമ്മുടെ ആ ഫാമിലി അക്കൗണ്ട്സിന്റെ അതായത് ആ ഫാമിലി എക്സ്പെൻസിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ കിട്ടും ചെയ്യും. അപ്പോൾ അങ്ങനെ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ കൺഫ്യൂഷൻ ഒഴിവാക്കാം. അപ്പോൾ ഞങ്ങൾ നോർമലി വരുന്നൊരു സംഭവമാണ്. 2 ആൾക്കാർ വരുമ്പോൾ ഞാൻ ഇതിനെടുത്തു മറ്റേനെടുത്തു എന്നൊക്കെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരണതാണ്. അപ്പോൾ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ബെനിഫിഷ്യൽ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് സെൽഫ് ആയിട്ടുള്ള പേഴ്സണൽ എക്സ്പെൻസ് ആണെങ്കിൽ അത് നമ്മുടെ സെപ്പറേറ്റ് വേറൊരു അക്കൗണ്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം ഈസി ആയിട്ട് നമുക്കിപ്പോൾ ഫ്രീ ജോയിനിങ് അക്കൗണ്ട് ഒക്കെ തുടങ്ങാം. ഓൺലൈനായിട്ട് തന്നെ തുടങ്ങാം. 0 ബാലൻസ് അക്കൗണ്ട് തുടങ്ങാം. അപ്പോൾ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ജോയിന്റ് അക്കൗണ്ട് തന്നെ എടുക്കണമെന്നില്ല. അപ്പോൾ ഇതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് വേറെ അക്കൗണ്ട് എടുത്താലും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ 2 പേര് അതിൽ പൈസ ഈക്വലായിട്ട് ഷെയർ ചെയ്യുക. അതിന് എക്സ്പെൻസ് എടുത്താൽ അങ്ങനെ അതിൽ കുഴപ്പമൊന്നുമില്ല. ജോയിന്റ് അക്കൗണ്ട് എടുക്കുന്നൊന്നുമില്ല. ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് മാറ്റി വയ്ക്കുക. അതാണ് നമ്മൾ ഒരു ഉദ്ദേശിച്ച സംഭവം. ഒരു ഐഡിയ അതിന്റെ പിന്നിൽ അതാണ് സംഭവം. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ടിപ്സിലേക്ക് പോവാം. അതായത് ഇനി നമുക്കറിയാം നമ്മുടെ ഫൈനാൻഷ്യൽ സംഭവം വരുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഫ്യൂച്ചർ ലോങ് ടൈം ഗോൾസും കാര്യങ്ങളൊക്കെ എന്തായാലും വേണ്ടി വരുമല്ലോ. അപ്പോൾ നമുക്ക് ഇത്ര കാലം കഴിഞ്ഞ വീട് അതുപോലെ തന്നെ കാർ അങ്ങനത്തെ കുറേ ഒരു ലോങ് ടൈം ഗോൾ എന്തായാലും നമുക്ക് ഫാമിലി ആയിട്ട് ഉണ്ടാവും എന്ന് വെച്ചാൽ ഫാമിലി വലുതാവും ചെയ്യും. അപ്പോൾ അതിന്റെ ഒരു എന്താ പറയുക ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് മുൻപോട്ട് പോകാം. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് കുറെ പേരൊക്കെ ഉണ്ടായിരിക്കും ഈ ഇത്ര കൊല്ലത്തിനുള്ളിൽ ഇത്ര ട്രിപ്പ് പോകണം അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ കല്യാണത്തിന് മുമ്പ് ഇതൊക്കെ പ്ലാൻ ചെയ്യും, പിന്നെ അതിന് ശേഷം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇത് ഇങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാണെങ്കിൽ അത് അതിന്റെ പേരിലുള്ള വഴക്കും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റൂട്ടാ. അപ്പൊ നമുക്ക് ഇനി 4ാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം, കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അത് എല്ലാത്തിലും വേണം. അതിപ്പോൾ ഫൈനാൻഷ്യൽസ് നമ്മളിപ്പോൾ പറയുന്നത് ഫൈനാൻഷ്യൽ സെക്ടറിലാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ റിഗാർഡിങ് ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ കുറെ സംഭവങ്ങളൊക്കെ മാറുമെന്ന് വെച്ചാൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഫുള്ള് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ ചിലവുണ്ടായത് സംഭവിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ടെന്ന് വെച്ചാൽ അതിനെ കുറിച്ച് സംസാരിക്കുക. അങ്ങനെ കുറച്ച് സംഭവം ടോക്കിംഗ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നോർമലി ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളിലേക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ സംഭവം ഓൾമോസ്റ്റ് എല്ലാം സോൾവ് ആവും. അപ്പോൾ ഈ ഫൈനാൻഷ്യൽ സെക്ടറിലും ഈ സംഭവം കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അതും കുറേയൊക്കെ സോൾവ് ആയി കിട്ടും. അപ്പോൾ ഈ 4 സ്റ്റെപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് സംഭവം കൊണ്ടുപോകാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ ആ ഫീൽഡിലത്തെ സംഭവങ്ങൾ. അപ്പോൾ ഇതൊന്ന് ഫോളോ ചെയ്യാൻ മറക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ന്യൂലി മാരീഡ് കപ്പിൾ എന്ന് വെച്ചാൽ പുതിയ ആൾക്കാരായിരിക്കും, പുതിയ സംഭവങ്ങളെല്ലാം ആയിരിക്കും. അപ്പോൾ ഈ സംഭവം ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാം കമന്റ് റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. 2ാം ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോഴത്തെ വീഡിയോ കാണാം. ബൈ.